മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. ശിവസേന സഖ്യത്തെ ഏതുവിധേനയും തോൽപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് എൻ.സി.പി. സഖ്യം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവുമധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 48 മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത്. ദളിത് വോട്ടുകളിൽ നിർണായക സ്വാധീനമുള്ള പ്രകാശ് അംബേദ്കറെ തങ്ങളുടെ പക്ഷത്ത് എത്തിക്കാനാണ് കോൺഗ്രസ് എൻ.സി.പി. ശ്രമം. ഭരണഘടനാ ശില്പി ബി.ആർ. അംബേദ്കറുടെ പൌത്രനും വഞ്ചിത് ബഹുജൻ അഗാഡി തലവനുമാണ് പ്രകാശ് അംബേദ്കർ. പ്രകാശ് അംബേദ്കറുടെ പാർട്ടിക്ക് 4 സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം. എന്നാൽ 12 സീറ്റ് വേണമെന്നാണ് പ്രകാശ് അംബേദ്കറുടെ ആവശ്യം. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ബി.ജെ.പി. വിരുദ്ധ സഖ്യത്തിൽ അണിചേരണം എന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാധാകൃഷ്ണ വി.കെ. പാട്ടീൽ, എൻ.സി.പി. സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ എന്നിവർ പ്രകാശ് അംബേദ്കർക്ക് കത്തെഴുതി. ആർ.എസ്.എസിനെ എങ്ങനെ ഭരണഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് രേഖാമൂലം പദ്ധതി നൽകണമെന്ന് താങ്കൾ റാലികളിൽ പ്രസംഗിക്കുന്നത് കേട്ടു. താങ്കളുടെ മനസ്സിലുള്ള ആശയം ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ അത് അംഗീകരിക്കാം. സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാം. കത്തിൽ കോൺഗ്രസും എൻ.സി.പിയും വ്യക്തമാക്കുന്നു.